ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. സ്തോത്രകാവ്യമായ ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ നാരായണീയ മധുരത്തിൻ്റെ 97ാമത്തെ ദിവസമാണ്. 9ാമത്തെ ദശകത്തിൽ 9ാമത്തെ ശ്ലോകം, അതാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ഓരോ ദിവസവും ഓരോ ശ്ലോകം എന്നുള്ള രീതിയിൽ നാളത്തോടുകൂടി 9ാമത്തെ ദശകവും പൂർത്തിയാവും. ഇപ്പോൾ 9ാമത്തെ ദശകത്തിലെ 9ാമത്തെ ശ്ലോകം പാരായണം ചെയ്യണു. അതിനുശേഷം അതിൻ്റെ അർത്ഥം, അതിനുശേഷം വീണ്ടും ശ്ലോകം, തുടർന്ന് ഭാഷാഗാനമായ ശ്രീഹരിയം. ശതം കൃതതപാസ്തത സഖലു ദിവ്യ സംവത്സരാനവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം. ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവദ്ബല വിജൃംഭിത പവനപാധസി പീതവാൻ. തഥാ സാ ഖലു ശതം ദിവ്യ സംവത്സരാൻ കൃതതപാം പൂർവാധികം തപോബലം മതിബലം ച അവാപ്യ ച പങ്കജം പയസി വായുനാ കമ്പിതം കില ഉദീക്ഷ്യ ഭവദ്ബല വിജൃംഭിത പവനപാധസി പീതവാൻ. തഥാ സഖലു ശതം ദിവ്യ സംവത്സരാൻ കൃതതപാ. ഭഗവാൻ പറഞ്ഞത് എന്താണ്? തപ ച ഭൂയ കുരു, തപസ് ഇനിയും ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ്
ഭഗവാൻ ദർശനം കൊടുത്തപ്പോൾ ആ നിർദ്ദേശം ഉണ്ടായത്. അപ്പം അതനുസരിച്ച് അതിനുശേഷം തഥാ സ ഖലു, ആ ബ്രഹ്മാവ് 100 ദിവ്യസംവത്സരാൻ കൃതതപ, 100 ദിവ്യസംവത്സരം മുഴുവൻ തപസ് ചെയ്തവനായിട്ട് പൂർവാധികം തപോബലം മതിബലം ച അവാപ്യ ച, പൂർവാധികം മുമ്പുണ്ടായതിനേക്കാൾ കൂടുതലായി. നമ്മളൊക്കെ പൂർവാധികം എപ്പോഴും പറയാറുണ്ട് അല്ലേ? ഉത്സവത്തിൻ്റെ നോട്ടീസിൽ ഒക്കെ പ്രത്യേകമായിട്ട് പറയും പൂർവാധികം ഭംഗിയായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. പൂർവം മുമ്പത്തേക്കാൾ അധികമായി, മുമ്പുണ്ടായതിനേക്കാൾ അധികമായ തപോബലം മതിബലം ച അവാപ്യ ച, തപശക്തിയും അതേപോലെ മതിബലം മനഃശക്തിയും നേടി. എന്നിട്ട് പങ്കജം പയസി വായുനാ കമ്പിതം കില ഉദീക്ഷ്യ, പങ്കജം താനിരിക്കുന്ന ആ താമരപ്പൂവ് കാരണജലത്തിൽ പയസി വായുനാ കമ്പിതം, കാരണജലത്തിൽ അത് കാറ്റുകൊണ്ട് ഇളകുന്നതായിട്ട് കണ്ടിട്ട്, അല്ലെങ്കിൽ കാറ്റ് ഇളക്കുന്നതായിട്ട് കണ്ടിട്ട് ഭവദ്ബല വിജൃംഭിത, അവിടുന്നാകുന്ന ബലത്താൽ പ്രഭാവമുണ്ടായിട്ട്, ഭഗവാന്റെ ബലമാണ്, ഭഗവാൻ നൽകുന്ന ബലമാണ് ഓരോരുത്തരുടെയും ബലം. ഇവിടെ ബ്രഹ്മാവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഭവദ്ബല വിജൃംഭിത, അവിടുന്നാകുന്ന ഒരു ബലം കൊണ്ട് പ്രഭാവം ഉള്ളവനായിട്ട് പവനപാധസി പീതവാൻ, അവിടെ വായുവിനെയും ജലത്തെയും പാനക്രിയ കൊണ്ട് ഉൾക്കൊണ്ടു, അതിനെ രണ്ടിനെയും സ്വീകരിച്ചു ബ്രഹ്മാവ് എന്ന് പറയുന്നു. ഒരിക്കൽ കൂടി ആ ശ്ലോകം 9ാമത്തെ ദശകത്തിലെ 9ാമത്തെ ശ്ലോകം ചൊല്ലാം. അതിനുശേഷം ശ്രീഹരിയം വഞ്ചിപ്പാട്ട്. ശതം കൃതതപാസ്തത സഖലു ദിവ്യസംവത്സരാനവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം. ഹരേ ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവദ്ബല വിജൃംഭിത പവനപാധസി പീതവാൻ. ഇനി നമുക്ക് നാരായണീയത്തിൻ്റെ പരിഭാഷയായ ശ്രീഹരിയം ആ 9ാമത്തെ ശ്ലോകം ഭാഷാഗാനമായി വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടാം. നാരായണ 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 രാധാ ഗോവിന്ദ. അനന്തരം കമല സംഭവനാകും ദേവദേവൻ അനവധി സംവത്സരം തപസ്സു ചെയ്തു. താമരപ്പൂയിളക്കിയ കാറ്റിനെയും വെള്ളത്തെയും പാനക്രിയ ചെയ്തു നിന്റെ അനുഗ്രഹത്താൽ. നാരായണ നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ നാരായണ ശ്രീവാസുദേവ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.